ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 45-ാം തിരുവചനം. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. യേശു തൻ്റെ ശിഷ്യരോടായി നിങ്ങളുടെ ശ്രദ്ധയിൽ നന്നായി പതിയട്ടെ എന്ന ആമുഖത്തോടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനം പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ, എന്നാൽ അതിനെപ്പറ്റി യേശുവിനോട് ചോദിക്കുവാനും ധൈര്യമില്ലാതെ ഇരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർ തങ്ങളിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. യേശു പ്രവർത്തിക്കുന്ന വൻ കാര്യങ്ങളിൽ, അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളിൽ, അവനെ പിൻചെല്ലുന്ന വലിയ ജനാവലി, യേശുവിനെ ബഹുമാനിക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന ശിഷ്യന്മാർ. ആ ശിഷ്യന്മാർക്ക് തങ്ങളുടെ ഗുരുവിന് ലഭിക്കുന്ന പ്രശംസയുടെ പങ്ക് ലഭിക്കുന്ന സമയം, അവർക്ക് വലിയ അംഗീകാരം ലഭിക്കുന്ന സമയം, വിജയത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും നടുവിൽ തങ്ങളുടെ ഗുരുവിനോടൊപ്പം നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ശിഷ്യന്മാരെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി യേശു പറയുന്ന തൻ്റെ ഭാവി പ്രവചനം. എന്നാൽ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ആ കാര്യങ്ങൾ ആ ശിഷ്യന്മാർക്ക് നിഗൂഢമായിരിക്കുന്ന സമയം. എന്നാൽ അന്ന് ആ ശിഷ്യന്മാരോടും ഇന്ന് നാം ഓരോരുത്തരോടും യേശു പറയുവാൻ ആഗ്രഹിക്കുകയാണ്, താൻ മനുഷ്യരുടെ കൈകളിൽ ഒരു കൊടും കുറ്റവാളിയെപ്പോലെ ഏൽപ്പിക്കപ്പെടുന്നത് തൻ്റെ ജീവിത പരാജയമല്ല, മറിച്ച് തൻ്റെ ഈ ലോകത്തിനായുള്ള രക്ഷയുടെ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന്. യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹത്താൽ, കരുണയാൽ നാം നേടുന്ന ഉയരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ മാത്രമായി ആകണം എന്ന്. അല്ലാതെ സ്വന്തം വലുപ്പത്തിലോ അംഗീകാരത്തിലോ സ്വന്തം മഹത്വത്തിനോ ആയി കാണാതിരിക്കുവാൻ, ദൈവകരുണയിൽ നമുക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായ ദാനങ്ങൾ നമ്മിൽ അഹംഭാവത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ വിത്തുകൾ മുളപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയാതെ പറയുന്ന യേശു അന്ന് ആ ശിഷ്യന്മാരോടും ഇന്ന് നമ്മോടും യേശു പറയുകയാണ്, തന്നെ പിന്തുടരുക എന്നാൽ തൻ്റെ ജീവിതത്തിൽ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ കുരിശിലെ ത്യാഗത്തിലൂടെ തൻ്റെ സ്വന്തം ജീവൻ തന്നെ സ്നേഹിക്കുന്നവർക്കായി സമർപ്പിച്ച പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വരുന്ന സഹനങ്ങളിലൂടെ, നമ്മൾ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളിലൂടെ യേശുവിൻ്റെ കുരിശിനോടൊപ്പം വിശ്വാസത്തോടെ നടക്കുന്നവർ ആകണം തൻ്റെ യഥാർത്ഥ സ്നേഹിതൻ എന്നാഗ്രഹിക്കുന്ന യേശു. ഇന്ന് ആ യേശു നമ്മോട് ചോദിക്കുന്നുണ്ടാവാം, നിങ്ങൾ മഹത്വം മാത്രം ആഗ്രഹിക്കുന്ന ശിഷ്യന്മാരാണോ, അതോ എൻ്റെ കുരിശിലൂടെയുള്ള ത്യാഗത്തിൻ്റെ ഒരംശമെങ്കിലും സ്വന്തം ജീവിതത്തിൽ വഹിക്കാൻ തയ്യാറുള്ള എൻ്റെ വിശ്വസ്ത ശിഷ്യരാണോ എന്ന്. തീർച്ചയായും നമ്മുടെ ഉത്തരം സ്പഷ്ടമായിരിക്കണം. നിൻ്റെ വിശ്വസ്ത ശിഷ്യനായി നിൻ്റെ ത്യാഗങ്ങൾ എൻ്റെ രക്ഷയുടെ ദൈവിക പദ്ധതിയായിരുന്നു എന്ന ഉത്തമ ബോധ്യത്തിൽ യേശുവിൻ്റെ കുരിശിൻ്റെ ഒരറ്റം താങ്ങുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.